നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ റിപ്പോർട്ട് ഇന്റർ മയാമി പുറത്തുവിട്ടല്ലോ. താരത്തിന് സീരിയസ് ഇഞ്ചുറി ഇല്ല, ഓവർലോഡും മസിൽ ഫാറ്റിഗുമാണുള്ളത്. കുറച്ച് ദിവസങ്ങൾ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ശരിയാണ്. പക്ഷേ എത്ര നാൾ റിക്കവറിക്ക് വേണ്ടി എടുക്കുമെന്ന് ഇന്റർ മയാമി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നില്ല. പക്ഷേ അർജൻറ്റീനയിൽ നിന്ന് ESPN അർജൻറ്റീന റിപ്പോർട്ട് ചെയ്യുന്നു 10 മുതൽ 14 ദിവസക്കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ്. അങ്ങനെയെങ്കിൽ അർജൻറ്റീനയുടെ ആദ്യ ഫ്രണ്ട്ലി മത്സരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ TYC സ്പോർട്സ് എന്താണ് മെസ്സിയുടെ പ്ലാൻ, അർജൻറ്റീന ടീമിൻ്റെ പ്ലാൻ എന്താണ് എന്ന കാര്യങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ അർജൻറ്റീനയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫൈനൽ സ്ക്വാഡ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് സ്ക്വാഡ് വന്നേക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഏതായാലും അർജൻറ്റീന അവരുടെ ട്രെയിനിങ് ആരംഭിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുക. എസൈസ പ്രോപ്പർട്ടിയിൽ ഈ ആഴ്ച തന്നെ അവരിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ്, അർജൻറ്റീന ദേശീയ ടീമിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് ട്രെയിനിങ് ആരംഭിക്കും എന്നാണ് TYC സ്പോർട്സിന് റിപ്പോർട്ട്. ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് ഫ്രം ദി അർജൻറ്റീൻ നാഷണൽ ടീം വിൽ ട്രെയിൻ ദിസ് വീക്ക് അറ്റ് എസൈസ ട്രെയിനിങ് കോംപ്ലക്സ് ബിഫോർ ട്രാവലിംഗ് ഓൺ സൺഡേ May 31 എന്നാണ് പറയുന്നത്. അതായത് May 31 അവർ ട്രാവൽ ചെയ്യും. എങ്ങോട്ട്? അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്യും. അവിടെ അവരുടെ ബേസിലേക്ക് അവർ ട്രാവൽ ചെയ്യും. കൻസസ് സിറ്റിയിലാണ് അവരുടെ ട്രെയിനിങ് ബേസ് അവർ ഒരുക്കുന്നത്. സോ അങ്ങോട്ടേക്ക് May 31 അവർ ട്രാവൽ ചെയ്യുക. അതുവരെ ടീം എസൈസ പ്രോപ്പർട്ടിയിൽ ട്രെയിൻ നടത്തും. പക്ഷേ ലയണൽ മെസ്സി എസൈസ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നില്ല. അദ്ദേഹം US തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് മെസ്സി വിൽ ജോയിൻ ഹിസ് ടീംമേറ്റ്സ് ഇൻ ട്രെയിനിങ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓൺ Monday, June 1. അപ്പോൾ ടീം അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്തതിന് ശേഷം ലയണൽ മെസ്സി June 1 അർജൻറ്റീന ദേശീയ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണിപ്പോൾ ഒഫീഷ്യലി സ്ക്വാഡ് പുറത്തു വരാനിരിക്കെ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. സ്ക്വാഡ് നാളെയോ മറ്റന്നാളോ ഒക്കെ പുറത്തു വരും എന്ന് പറയുമ്പോൾ അതിലും ഇതുപോലെ കുറേ താരങ്ങളുടെ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് സ്കലോനി സ്ക്വാഡ് പ്രഖ്യാപനം വൈകിപ്പിക്കുന്നത്. ഏതായാലും അർജൻറ്റീന ദേശീയ ടീമിന് 2 ഫ്രണ്ട്ലി മത്സരങ്ങളാണുള്ളത്. ആദ്യ മത്സരം ഹോണ്ടുറാസിനെതിരെ. ആ ഒരു മത്സരം ടെക്സസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിലൊരു പക്ഷേ ലയണൽ മെസ്സി കളിച്ചേക്കില്ല എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ട്. രണ്ടാമത്തെ മത്സരം ഐസ്ലൻഡിനെതിരെ June 9 അത് അലബാമയിലാണ് ആ കളി നടക്കുന്നത്. ആ മത്സരത്തിൽ കുറച്ച് മിനിറ്റുകളെങ്കിലും ലയണൽ മെസ്സി കളിച്ചേക്കും എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ഏതായാലും അർജൻറ്റീനയുടെ ആദ്യ മത്സരം അൾജീരിയക്കെതിരെ ആ ഒരു കളി ഗ്രൂപ്പ് ജെയിലെ ആ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് തന്നെ ലയണൽ മെസ്സി പൂർണ്ണ സജ്ജനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.